കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴും ഒരു പാനിലോട്ട് കുറച്ച് പാലുണ്ടല്ലോ, അതും ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടെ ചേർത്ത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ എടുത്തേക്കുന്നത്. നല്ല കട്ടി പാലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 2 തക്കാളിയുടെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് 2 തക്കാളി മീഡിയം സൈസിലുള്ള തക്കാളിയാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കണക്കൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം കേട്ടോ. ഇനി അത് നമുക്ക് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരണം. ആ ഒരു പരുവം വരെ നന്നായിട്ടൊന്നങ്ങ് വേവിച്ചെടുക്കണം. അപ്പോൾ അതാണ് പാലായതുകൊണ്ട് തന്നെയും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഈ പാലൊക്കെ ഇങ്ങനെ തിളച്ച് തൂകി പോവും. അതുകൊണ്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്ത് ഇതൊന്ന് നമുക്കൊന്ന് പാലൊന്ന് വറ്റിച്ച് തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് ഉടഞ്ഞ് വരുന്നൊരു പാകം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി വരുന്തോറും ഇതുപോലെ പാട ഇങ്ങനെ മേളിലോട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് കൊടുത്താൽ മതി. അപ്പം ഞാൻ 2 ദിവസം മുന്നേ തൈരിനകത്ത് തക്കാളിയും ചേർത്ത് ഒരു നല്ലൊരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് നല്ല കമൻസ് ഒക്കെ കിട്ടിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ റെസിപ്പിയും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. അപ്പോഴേ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളി ജസ്റ്റ് ഒന്ന് അമർത്തുമ്പോഴേ ഇതുപോലെ നന്നായിട്ട് അമങ്ങി പോകണം. നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. പാലും ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു പാകമാണ് വേണ്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. ഇനി നമുക്കിത് നല്ല പോലെ ഒന്നങ്ങ് തണുത്ത് വരുന്നവരെയും ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് നമുക്കിത് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണേ. ചൂടോടെ അരച്ചെടുക്കരുത് കേട്ടോ, അവിടെ ഇവിടെയൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. നല്ല തണുത്തതിന് ശേഷം അരച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു സവാളേൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സവാള നല്ല ചെറുതായിട്ട് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല ചെറുതായിട്ട് നരഞ്ഞ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് ഓൾറെഡി പനിയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിയാനുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ വലുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തതാണ്. അപ്പോഴും ഇതിന് കുറച്ചും കൂടെ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇനി സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്നങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്തതാണ്. ഇനി രണ്ടും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഒരുപാട് നിറമൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് നന്നായിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റംസ് തന്നെയാണ് കേട്ടോ. ഇത് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കി കാണിക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന അമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, അധികം പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചേക്കുന്ന സംഭവം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിലൊന്നിലും ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇനി നമുക്ക് വീണ്ടും ഇത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാണ്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഉപ്പ് ചെക്ക് ചെയ്തപ്പം കറക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിക്കോണേ. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മണമാണ് കസൂരി മേത്തിയൊക്കെ ചേർത്ത് ഈ കറി ഉണ്ടാക്കുമ്പോഴ്. അപ്പോഴ് കസൂരി മേത്തി ചേർത്തിട്ട് കുറച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്തോളൂ കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ട നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ദാണ്ട ഇതുപോലെ ഒന്ന് തിളച്ച് പൊങ്ങി വരും. പാലായതുകൊണ്ട് തന്നെ ഇനി നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചൊന്ന് പൊങ്ങി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. കുറച്ചൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കറി നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വറ്റിച്ചെടുക്കാം. ഒരുപാട് ലൂസായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ അധികം വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന ആ ഒരു പാകം ആകുമ്പോഴേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാണ്ടേ ഞാൻ ഇത്രയൊക്കെ ഒന്ന് പറ്റിക്കുന്നുള്ളൂ. കറിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുകയാണ്. ഇപ്പം തന്നെ കറി നല്ല തിക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാഷ്യൂ ഒക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ കറി പെട്ടെന്ന് അങ്ങ് കുറുകി കിട്ടും. ഇതുപോലൊന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതാണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ലെങ്കിൽ പോലും നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇതാണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ തക്കാളിയും പാലും ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ കറി. അത് ഉറപ്പാണ്. എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ ദോശേൻ്റെ കൂടെ ഒഴിച്ചുകൊണ്ട് കഴിച്ചാലോ. അപ്പോൾ ഞാൻ ഇത് പരിപ്പ് വെച്ചുണ്ടാക്കിയ ദോശയാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൂടെ ചേർത്തുകൊണ്ട് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും